ഹായ് എവരിവൺ. സോ ഇന്ന് മലയാളത്തിൽ തന്നെ ലൈക്ക് ടു ഓഫ് ദി ബെസ്റ്റ് എന്റർടൈനിങ് ആക്ടേഴ്സ് എന്ന് പറയാൻ പറ്റുന്ന നമ്മുടെ ടോവിനോയും ബേസിൽ ജോസഫും അഭിനയിച്ച അതിരടി മൂവി കണ്ടു. സോ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായ ദിവസമായിരുന്നു. അതായത് ഞാൻ കറുപ്പ് മൂവിയുടെ ടിക്കറ്റ് 7 മണിക്കത്തെ ഷോയ്ക്കും അത് കഴിഞ്ഞ് അതിരടിയുടെ ടിക്കറ്റ് 10 മണിക്കത്തെ ഷോയ്ക്കും സെയിം തിയേറ്ററിലാണ് ബുക്ക് ചെയ്തിട്ടാണ് ഇന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. സോ കറുപ്പിന്റെ രാവിലത്തെ ഷോ എല്ലാം ക്യാൻസലായി, ഉച്ചക്കത്തെ ഷോ ഒക്കെ ക്യാൻസലായി. പക്ഷേ ഈവനിങ് ഷോ നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതും ക്യാൻസലായി. അപ്പം തിയേറ്ററിൽ അവരെന്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അതിരടി മൂവി ഉണ്ട്, സോ ഒരു 10 പേരൊക്കെ ഉണ്ടെങ്കിൽ ആ മൂവി അവിടെ ഇടാമെന്ന് അവർ പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ ഓർത്തു ഓക്കെ, എന്തായാലും ഈ മൂവി കാണാം. ഞാൻ അപ്പോൾ അവരോട് ചോദിച്ചു ഞാൻ ടിക്കറ്റ് എക്സ്ട്രാ എടുക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, ഇത് ഒരു ഓൾറെഡി ടിക്കറ്റ് 10 മണിക്കത്തെ ഉണ്ടല്ലോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സോ ഇത് ഞങ്ങൾ 10 പേർക്ക്, ഞാൻ 10 പേർക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തു. അവിടെ വന്നവരോടൊക്കെ ഈ മലയാളം മൂവി ഉണ്ട് എന്ന് ഓണർ പറയുമ്പോഴും അവർക്കൊരു പുച്ഛമായിരുന്നു. അത് ഞാൻ ആദ്യമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അന്യഭാഷയിലുള്ള ആൾക്കാർ മലയാളം മൂവി എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റോടെ ഇപ്പൊ കാണുന്നു എന്നുള്ളതായിരുന്നു എന്റെ ഒരു പൊതുവെയുള്ള ഒരു ചിന്ത. പക്ഷെ ഇന്നുകൊണ്ട് അത് മാറിക്കിട്ടി. അതായത് ഇപ്പം തമിഴ് മൂവി കാണാൻ വന്നവരോട് അവരോട് ഇങ്ങനെ ഒരു മലയാളം പടം ഉണ്ട് എന്ന് ഞാൻ നേരിട്ട് അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അവരുടെ ഒരു എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ വേറെ രീതിയായിരുന്നു. ചിലപ്പം ഓഡിയൻസ്, ഡിഫറെന്റ് ഓഡിയൻസിന് ഡിഫറൻസ് രീതിയായിരിക്കും. ചിലപ്പോൾ ഇവര് പ്രതീക്ഷിച്ച് വന്നത് സൂര്യയുടെ പടം കാണാൻ വേണ്ടി അത്രയും ആഗ്രഹിച്ച് വന്നിട്ട് നമ്മൾ വേറൊരു പടം എന്ന് പറയുമ്പോൾ അതുകൊണ്ടുണ്ടായ ഒരു കാര്യമാകാം. എന്നാലും എനിക്കതൊരു മോശം അനുഭവമായി ഫീൽ ചെയ്തു. ബട്ട് ഇറ്റ് ഡിപ്പെൻസ്. മലയാളം മൂവീസ് ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്, മലയാളികളല്ലാത്ത പലരും ഉണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു സംഭവം എനിക്ക് അനുഭവത്തിൽ വന്നു, സോ ഞാനത് ഷെയർ ചെയ്തു. മൂവിയിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു എന്റർടൈനിങ് മൂവിയായിരുന്നു. ടോവിനോ, അതുപോലെ ബേസിൽ ജോസഫ്, പിന്നെ വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ, ഇവരൊക്കെയാണ് മൂവിയിൽ മെയിൻ ആയിട്ടുള്ളത്. പടം ഒരു അടിപൊളി വൈബ് പടമായിരുന്നു. അടി ഇടി കോമഡി, അതുപോലെ കുറച്ച് ഫീൽ ഗുഡ് മോറൽസ് ചെറിയ രീതിയിലൊക്കെയുള്ള അങ്ങനെയുള്ള ഒരു വ്യത്യസ്തം എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ കണ്ടു പറഞ്ഞ കുറെ ഒരു സംഭവങ്ങളെല്ലാം മിങ്കിൾ ചെയ്ത് ഒരു ഡിഫറെന്റ് രീതിയിൽ എടുത്തു വെച്ചൊരു പടം. അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ എഡിറ്റിംഗ് എടുത്തു പറയണം, ചമൻചാക്കോ ആയിരുന്നു എഡിറ്റർ. അടിപൊളിയായിട്ടാണ് എഡിറ്റിംഗ് എടുത്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു പേസ്, പടത്തിന്റെ പേസ് വേറെ ലെവലാണ്. ഒട്ടും തന്നെ നമ്മളെ ബോറടിപ്പിക്കത്തില്ല. അതായത് ഒരു ഷോട്ടിൽ നിന്നുള്ള ആ സ്വിച്ചിങ് അത് വേറെ ലെവലായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ പടത്തിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാം നല്ല നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു മൂവിയായിരുന്നു. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത് ബേസിൽ ജോസഫിന്റെ ആക്ടിങ്. വാവ്, ഒരു രക്ഷയില്ല. പുള്ളിക്കാരൻ കോമഡി ചെയ്യുകയെന്ന് പറഞ്ഞാൽ പുള്ളി വേറെ ലെവലാണ്. പുള്ളി അതങ്ങ് ജീവിച്ച് ആ ഒരു ക്യാരക്ടറായിട്ടൊക്കെ ജീവിക്കുകയാണ് ഏതൊരു റോള് കൊടുത്താലും. അപ്പൊ ആ രീതിയിൽ പുള്ളിയുടെ കോമഡി വർക്കൗട്ട് ആവുന്ന വേറെ ലെവലായിട്ടാണ് വർക്കൗട്ട് ആവുന്നത്. ആ ഓരോ എക്സ്പ്രഷൻസും ആ ഓരോ ഡയലോഗ്സിന്റെ ആ ഒരു ഡെലിവറി വേറെ ലെവലായിരുന്നു. സോ അതില് എനിക്ക് ഫീൽ ചെയ്തത് ഇപ്പൊ കോമഡിയിൽ പുള്ളിക്കാരൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പീക്ക് ടൈമിലുണ്ടായിരുന്ന ദിലീപേട്ടന്റെ കുറെ മൂവീസിലെ കുറെ സീൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ 2020 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടായിരുന്ന കുറെ മാനറിസംസ് ഒക്കെ ഉണ്ട്. അത് എവിടേക്കോ ബേസിൽ ജോസഫിൽ ഇന്ന് ഈ മൂവിയിൽ കാണാൻ പറ്റി. അത് എന്താ അറിയില്ല, എനിക്ക് അങ്ങനെയൊക്കെ തോന്നി ആ ഒരു സീൻസ്, ചില സീൻസിലൊക്കെ. പിന്നെ ടോവിനോട് ആക്ടിങ് അതും വേറെ ലെവലാണ്. പുള്ളിക്കാരൻ ഇപ്പം വേറൊരു സ്ലാങ്ങിലും ഒക്കെ വേറെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചേക്കുന്നത്. ആ ഒരു ക്യാരക്ടർ അടിപൊളിയാണ്, നല്ലപോലെ സ്യൂട്ടായി പുള്ളിക്കാരൻ സെറ്റപ്പായിട്ട് തന്നെ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ കോമഡിയും കുറച്ച് കട്ട സീരിയസ്നെസ്സും കലിപ്പും എല്ലാം കലർന്നൊരു ക്യാരക്ടറായിട്ടായിരുന്നു. അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസന്റെയും ഷാൻ റഹ്മാന്റെയും ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. അതുപോലെ പിന്നെ പടത്തിൽ എടുത്തു പറയാന്ന് പറഞ്ഞാൽ അരുൺ അനിരുദ്ധൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിന്നൽ മുരളിയുടെ ഒക്കെ കോ റൈറ്ററായിട്ട് അല്ലെങ്കിൽ റൈറ്ററായിട്ട് വർക്ക് ചെയ്ത ആളാണ്. പുള്ളിക്കാരന്റെ ഫസ്റ്റ് ഡയറക്ടർ ഡിബേറ്റ് മൂവിയാണ്. സോ നല്ല രീതിയിൽ തന്നെ പുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. കുറെ രീതിയിലുള്ള ജോണേഴ്സിന്റെ ഒക്കെ ചെറിയ ചെറിയ അവിടെ ഇവിടെയും ഉള്ള ഓരോ തരികളിട്ട് തുടക്കം തൊട്ട് അവസാനം വരെ നമ്മളെ ബോറടിപ്പിക്കാതെ കൊണ്ടുപോകുന്ന ഒരു മൂവിയായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് പടത്തിന്റെ പ്രൊഡ്യൂസർ ബേസിൽ ജോസഫ്. ബേസിൽ ജോസഫിന്റെ ആ ഒരു അവരുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ആ ഒരു അനിമേഷൻ അതൊക്കെ കണ്ടപ്പോൾ തന്നെ തിയേറ്ററിൽ വളരെ ക്ലാപ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം പുള്ളിക്കാരൻ അതുപോലെയുള്ള ഇപ്പൊ ഫാൻസ് ഉണ്ട്. അമാതിരി ഒരു എന്താ പറയാ, നമുക്കൊരു മിനിമം ഗ്യാരണ്ടി ഡെലിവറി ചെയ്യുന്ന മൂവീസ് തരുന്ന ഒരാളാണ് ബേസിൽ ജോസഫ്. ഇത് ഏത് മൂവിയാണെങ്കിലും പുള്ളിക്കാരന്റെ ധൈര്യമായിട്ട് നമുക്ക് പോയി കാണാം എന്നുള്ള രീതിയിൽ ഇപ്പൊ ആയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ടോവിനോടെയും. പക്ഷെ അല്ലറ ചില്ലറ 1-2 പടങ്ങൾ ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയതിൽ ഇപ്പം നരിവേട്ടയൊക്കെ ആണെങ്കിൽ അത്രയ്ക്ക് വർക്കൗട്ട് ആയില്ല. ഇപ്പൊ പള്ളിച്ചട്ടമ്പി ഇറങ്ങി അതും അത്രയ്ക്ക് വലിയായിട്ട് വർക്കൗട്ട് ആയില്ല. എന്നാൽ പോലും പുള്ളിക്കാരന്റെ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് കാണാൻ, അല്ലെങ്കിൽ അത് ഒരു ബോറടിക്കാത്ത ആ ഒരു രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും പുള്ളി മോസ്റ്റ്ലി ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ടർ ഉണ്ട്, വിഷ്ണു അഗസ്ത്യ എന്ന് പറഞ്ഞ്. പുള്ളിക്കാരൻ ഏത് സിനിമയിൽ ഏത് റോൾ ചെയ്താലും വേറെ ലെവലാണ്. പുള്ളിക്കാരൻ ആ ഒരു എന്താ പറയാ, പുള്ളിക്കാരന്റെ ആക്ടിങ്ങും പുള്ളിക്കാരന്റെ ആ ഒരു ഓരോ ഫേസിൽ വരുന്ന എക്സ്പ്രഷൻസും ഒക്കെ കാണാൻ നല്ല രസമാണ്. പുള്ളിക്കാരൻ നല്ല രീതിയിൽ തന്നെ ഈ മൂവിലും ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ലൊരു റോളാണ്. ഇപ്പം പുള്ളി അടുത്തിടെ വന്ന മിക്ക മലയാളം മൂവീസിലും പുള്ളിയുണ്ട്.
അതുപോലെ തന്നെ പുള്ളിക്ക് ഇനിയും നല്ല മൂവീസ് കിട്ടട്ടെ, ഇതുപോലെയുള്ള നല്ല മൂവീസിൽ വരട്ടെ. സോ നല്ലൊരു മൂവിയാണ്, തിയേറ്ററിൽ പോയി അടിച്ചു പൊളിച്ച് നല്ലൊരു ക്രൗഡിന്റെ കൂടെ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു ഫെസ്റ്റിവൽ ഫീൽ വരുന്ന ഒരു മൂവിയാണ്. ഒട്ടും മിസ് ചെയ്യരുത്, തിയേറ്ററിൽ തന്നെ കാണുക. ഇത് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. സോ മൂവി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമന്റ്സ്. താങ്ക് യു.